അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ മുഹമ്മദിൻ വ ആലിഹി വസഹബിഹി അജ്മഈൻ. ആദരണീയരായ പണ്ഡിത നേതാക്കളെ, സുപ്രധാനമായ വിഷയത്തിലുള്ള ഒരു ചർച്ചയുമായാണ് നാം ഇവിടെ ഒത്തുചേർന്നിട്ടുള്ളത്. ഇസ്ലാമിൽ കാലനിർണയം നടത്തുന്നത് ചന്ദ്രനുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഈ വിഷയത്തിൽ ഏറെ പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്തിട്ടുള്ള പണ്ഡിത ശ്രേഷ്ഠരാണ് ഇവിടെ ഒത്തുചേർന്നിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിൻ്റെയും തിരുചര്യയുടെയും അടിസ്ഥാനത്തിൽ തങ്ങളുടെ പഠനത്തിൽ തങ്ങൾ എത്തിച്ചേർന്നിട്ടുള്ള കാര്യങ്ങളെ ഏറ്റവും വ്യക്തമായി കൊണ്ട് എല്ലാവർക്കും പ്രയോജനകരമാകത്തക്ക വിധം നൽകുക എന്നുള്ളതാണ് ഈ ചർച്ചയിലൂടെ നടക്കേണ്ടത്, പ്രതീക്ഷിക്കുന്നത്. ചർച്ചയ്ക്ക് അതിൻ്റെ ഏറ്റവും ഉദാത്തമായ, ഏറ്റവും ഉന്നതമായ ഒരു സ്വഭാവമായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത് എന്ന് വോയിസ് ഓഫ് ജസ്റ്റിസ് ആഗ്രഹിക്കുന്നു. ഈ പരിപാടിയിൽ ആദ്യമായി നമ്മോട് സംസാരിക്കുക ബഹുമാന്യനായ ഫ്രാൻസിസ് സാറാണ്. ശാസ്ത്രീയമായി ചന്ദ്രൻ്റെ സ്ഥാനം നിർണ്ണയിക്കാൻ കഴിയുമോ, അതിൻ്റെ മോഷൻ നിർണ്ണയിക്കാൻ കഴിയുമോ എന്നുള്ള വിഷയമാണ് അദ്ദേഹം അവതരിപ്പിക്കുക. ഡോക്ടർ ഫ്രാൻസിസ് MSc-യിൽ കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഫസ്റ്റ് റാങ്ക് നേടിയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. തിയറിറ്റിക്കൽ ന്യൂക്ലിയർ ഫിസിക്സിൽ PhD കരസ്ഥമാക്കിയ അദ്ദേഹം ഫറൂഖ് കോളേജിലെ PG ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡായി റിട്ടയർ ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. ഈ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയത്തിൽ, അസ്ട്രോണമിയിൽ അങ്ങേ അറ്റം താല്പര്യം പുലർത്തുകയും പ്രത്യേക പഠനങ്ങൾ നിർവഹിക്കുകയും ചെയ്യുന്ന അദ്ദേഹമായിരിക്കും നമ്മളോട് ആദ്യമായി സംസാരിക്കുക. തുടർന്ന് ഈ ചർച്ചയിൽ ഇന്നിവിടെ വിഷയം അവതരിപ്പിക്കുന്നത് ബഹുമാന്യനായ അലി മണിക് ഖാനാണ്. അദ്ദേഹത്തിൻ്റെ ആമുഖമായിരിക്കും അതിനുശേഷം ഉണ്ടാകുക. ആമുഖ പ്രഭാഷണത്തിന് ശേഷം ഇവിടെയുള്ള പണ്ഡിത നേതാക്കൾ തങ്ങളുടെ പഠനങ്ങളിൽ തങ്ങൾ എത്തിച്ചേർന്നിട്ടുള്ള കാര്യങ്ങളെ, തങ്ങളുടെ കണ്ടെത്തലുകളെ ഒരു 10 മിനിറ്റ് സമയം പരമാവധി എടുത്തുകൊണ്ട് അവതരിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. ഏറ്റവും സുന്ദരമായ രീതിയിൽ ഇത് സമൂഹത്തിലേക്ക് കൈമാറുന്നതിന് അഭിവന്ദരായ പണ്ഡിത നേതാക്കൾ ശ്രമിക്കണമെന്ന് ഒരിക്കൽ കൂടെ വിനീതമായി അപേക്ഷിച്ചുകൊണ്ട് ഫ്രാൻസിസ് സാറിനെ ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിനു വേണ്ടി സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ആദ്യമായി ആശംസകൾ. ഞാൻ ഇവിടെ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ആസ്ട്രോണമി എന്ന ശാസ്ത്രശാഖയുടെ വെളിച്ചത്തിൽ ഈ ചന്ദ്രൻ്റെ മോഷൻ എങ്ങനെ വീക്ഷിക്കണം, അതിന് എത്രത്തോളം ആധികാരികത, ശാസ്ത്രീയ ആധികാരികതയുണ്ട്, അതിൻ്റെ ആസ്ട്രോണമിയുടെ ഭാഗം. അത് കഴിഞ്ഞാൽ അത് നമ്മൾ നോക്കുമ്പോൾ ദർശനയോഗ്യമാണോ അല്ലേ എന്നുള്ള അതിൻ്റെ ഫിസിക്സ് വശം. സൂര്യൻ്റെ ചലനത്തെ മനസ്സിലാക്കുന്നതിലും എളുപ്പത്തിൽ കണ്ണുകൊണ്ട് തന്നെ കണ്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്നായിരുന്നു ചന്ദ്രൻ്റെ വൃദ്ധിക്ഷയങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള കണ്ടെത്തലുകൾ. അപ്പോൾ അതുകൊണ്ട് സൂര്യനെ ബേസ് ചെയ്തിട്ടുള്ള മാസങ്ങൾ
മാസങ്ങളും സമയം കണക്കാക്കുന്നതും ഒക്കെ വരുന്നതിന് മുന്നേ ചന്ദ്രനെ അടിസ്ഥാനപ്പെടുത്തി അത് നടപ്പാക്കിയിരുന്നു. പിന്നീട് ശാസ്ത്രദൃഷ്ട്യ കൂടുതൽ അഭികാമ്യമെന്ന് തോന്നിയതുകൊണ്ട് അത് സൂര്യനെ അടിസ്ഥാനപ്പെടുത്തിയാക്കി മാറ്റുകയും അതിനനുസരിച്ച് ചന്ദ്രനെ അടിസ്ഥാനപ്പെടുത്തി വയ്ക്കുകയാണെങ്കിൽ എന്തുണ്ടാവുമോ അതിൻ്റെ വ്യത്യാസങ്ങളും സംഗതികളും മനസ്സിലാക്കി അതിനനുസരിച്ച് കലണ്ടറുകൾ തയ്യാറാക്കുകയും അല്ലെങ്കിൽ പഞ്ചാംഗങ്ങൾ, പഴയകാലത്ത് അതാണ്, പഞ്ചാംഗങ്ങൾ തയ്യാറാക്കുകയുമാണ് ശാസ്ത്രീയമായിട്ട് ചെയ്യുന്നത്. ഇതിന് പുറമെ ഇതിൽ വരാവുന്ന മാറ്റങ്ങളെ, കാലോചിതമായി വരുന്ന മാറ്റങ്ങളെ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഒബ്സർവേറ്ററികൾ, അതായത് ഈ ആകാശത്തുള്ള നിരീക്ഷണശാലകൾ സ്ഥാപിച്ച് ആ നിരീക്ഷണശാലകൾ ഇതിനെ നോക്കി ഇതിലെന്തെങ്കിലും മാറ്റം വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ മാറ്റം എന്താണെന്ന് കണ്ടുപിടിച്ച് നോട്ടിക്കൽ അൽമനാക്ക് എന്ന് പറയുന്ന ഒരു പഞ്ചാംഗം എന്നാണ് അതിൻ്റെ മലയാളം. നോട്ടിക്കൽ അൽമനാക്ക് എന്ന് പറയുന്ന ഒരു സാധനം പ്രസിദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്, എല്ലാ കൊല്ലവും പ്രസിദ്ധീകരിക്കും. അപ്പോൾ അത് ഗ്രീൻവിച്ച് ഒബ്സർവേറ്ററി എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട്, അതിൻ്റെ നിയന്ത്രണത്തിലാണ് അത് പ്രസിദ്ധീകരിക്കുന്നത്. അപ്പോൾ അതിൽ എന്തെങ്കിലും ചേഞ്ചസ് കണ്ടാൽ അതിൻ്റെ കാരണം കണ്ടുപിടിച്ച് ആ ചേഞ്ചിനനുസരിച്ച് വരേണ്ട മാറ്റങ്ങൾ വരുത്തി അതാത് കാലത്ത് പ്രസിദ്ധീകരിക്കുന്ന. അതിൽ ചന്ദ്രൻ്റെ മാത്രമല്ല, സൂര്യൻ്റെ, ചന്ദ്രൻ്റെ, മറ്റ് ഗ്രഹങ്ങളുടെ ഒക്കെ പൊസിഷൻ ദിവസം ആയിട്ട് കണക്കാക്കി അവർ പ്രസിദ്ധീകരിക്കുന്ന ഒരു സമ്പ്രദായം നിലവിലുണ്ട്. അത് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് ഈ ഒബ്സർവേറ്ററികളിൽ പല രാജ്യങ്ങളുടെയും അവിടെയൊക്കെ അത് വരുത്തി അതിനനുസരിച്ച് അവർ പറയുന്ന സ്ഥലത്ത്, ആ സ്ഥാനത്ത് ചന്ദ്രനെയോ ഏത് ഗ്രഹമാണോ അതിനെ കാണാനായിട്ട് ടെലസ്കോപ്പ് തിരിച്ച് വയ്ക്കുന്നതിനുള്ള സൗകര്യത്തിന് വേണ്ടിയാണ്. അങ്ങനെ ആണ് അത് പ്രസിദ്ധീകരിക്കുന്നത്. നോട്ടിക്കൽ അൽമനാക്ക് എന്നാണ് പറയുക. അപ്പോൾ അതിൽ ഇതെല്ലാം കൊടുക്കും. അങ്ങനെ വളരെ കൃത്യതയോടുകൂടി ലോകമെമ്പാടും എല്ലാ രാജ്യങ്ങളും അംഗങ്ങളായിട്ടുള്ള ആസ്ട്രോണമിക്കൽ സൊസൈറ്റി, ഇൻ്റർനാഷണൽ ആസ്ട്രോണമിക്കൽ സൊസൈറ്റിയുടെ നിയന്ത്രണത്തിൽ പ്രസിദ്ധീകരിക്കുന്നതാണ് ഇത്. അതിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാ പൊസിഷനുകളും സ്ഥാനങ്ങളും ഒക്കെ ഏത് സമയത്തെയും കൃത്യമായി അറിയാൻ കഴിയും. സൂര്യോദയം എന്ന് പറഞ്ഞാൽ അത് എത്ര മണിക്കാണ്, അപ്പോൾ അത് കഴിഞ്ഞാൽ ബാക്കി 10 മണിക്ക് സൂര്യൻ എവിടെയായിരിക്കും എന്നുള്ളത് നമുക്ക് കണക്കാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെയുള്ള പ്രസിദ്ധീകരണങ്ങളാണ്. ആ പ്രസിദ്ധീകരണങ്ങളിൽ വെറും കണക്കുകൂട്ടലിന് പുറമെ അവർ ഒബ്സർവ് ചെയ്ത് അതിൽ വരുത്തേണ്ട മാറ്റങ്ങളുടെ കാരണങ്ങൾ കണ്ടുപിടിച്ച് അത് മാറ്റി പ്രസിദ്ധീകരിക്കുന്ന പ്രസിദ്ധീകരണങ്ങളാണ്. അപ്പോൾ അതിനെ ആശ്രയിക്കുകയാണെങ്കിൽ ഈ ചന്ദ്രനല്ല ഏത് ഗ്രഹമായാലും ശരി, അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്, ഇന്ന ദിവസം ഇന്ന സമയത്ത് എവിടെ ഉണ്ടാവും എന്ന് കൃത്യമായി പ്രവചിക്കാൻ കഴിയുന്നതാണ്. ഇതാണ് നോക്കിക്കാണാം. അല്ലാതെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാം. പക്ഷേ അതിലുള്ള അപാകത എന്തെന്ന് വെച്ചാൽ അതാത് സമയത്ത് വരുന്ന അല്പസ്വല്പ മാറ്റങ്ങളുണ്ടെങ്കിൽ അത് നമ്മൾ പഴയ തത്വങ്ങൾ ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്താൽ അത് അല്പം വ്യത്യാസം വരും. ഈ വ്യത്യാസം വരും എന്ന് പറഞ്ഞാൽ മിനിറ്റുകളുടെയോ സെക്കൻഡുകളുടെയോ ഒക്കെ വ്യത്യാസമാണ് വരുന്നത്, അത് വരും. പക്ഷേ ഈ നോട്ടിക്കൽ അൽമനാക്ക് ഉപയോഗിച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ വ്യത്യാസങ്ങളും കൂടി ഉണ്ടായിരിക്കുന്നതല്ല. അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ഒബ്സർവേഷനും ടൈം ഫിക്സ് ചെയ്യുന്നതും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ശാസ്ത്രീയമായിട്ട് നടന്നു വരുന്നത്. പിന്നെ അടുത്ത് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇപ്പോൾ ഇത് കാണുന്നു എന്ന് വിചാരിക്കുക, ആ സമയത്ത് കാർമേഘം വന്നു കാണില്ല,
നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത് ഇപ്പോൾ ഒരു ദിവസം ഈവനിങ്ങിലോ അല്ലെങ്കിൽ മോർണിംഗിലോ എപ്പോഴാണ് ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് കാർമേഘം വന്നാൽ അത് കാണില്ല. അതൊന്ന്. അതേപോലെ ഈ വിസിബിലിറ്റിക്ക് ചേഞ്ചസ് വരാം. അപ്പോൾ ഒരു ഉദാഹരണം വഴി അത് വ്യക്തമാക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഇപ്പോൾ ഈ ജനുവരി മാസത്തിലോ ഡിസംബർ അവസാന മാസത്തിലോ ഒക്കെ ഡൽഹിയിൽ ഭയങ്കര മഞ്ഞാണ്. ആ മഞ്ഞിൽ നമുക്ക് വളരെ കുറഞ്ഞ ദൂരം പോലും മറ്റു വാഹനങ്ങൾ വരികയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയില്ല. ഇതേപോലെയുള്ള ചില ചേഞ്ചസ് ആകാശത്തും സംഭവിക്കാം. അങ്ങനെ വരുന്ന സമയത്തും നമുക്കതിനെ കാണാൻ കഴിയില്ല. പക്ഷേ കാണാൻ കഴിഞ്ഞില്ലെങ്കിലും ഈ സാധനം അവിടെ ഉണ്ടായിരിക്കും. അതിന് ഒരു ഉദാഹരണമാണ് ഇപ്പോൾ നമ്മൾ പിറ്റേ ദിവസം ഇതിനെ ഒബ്സർവ് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ഒരു ദിവസം കഴിഞ്ഞാൽ ഇത്ര ഹൈറ്റിലാണ് ചന്ദ്രൻ ഉണ്ടായിരിക്കേണ്ടതെന്ന് അറിയാം. പിറ്റേ ദിവസം നമ്മൾ അതിനെ ഒബ്സർവ് ചെയ്യുമ്പോൾ അതിൻ്റെ ഉയരം കുറച്ചും കൂടി കൂടുതലുണ്ടാവും. 2 ദിവസത്തേക്ക് കണക്കാക്കിയിട്ടുള്ള ഉയരം ഉണ്ടാവും. അത് കണ്ടാൽ നമുക്ക് ഉറപ്പിക്കാം. അതാണ് അതിൻ്റെ തെളിവ്. അപ്പോൾ നമുക്ക് മനസ്സിലായല്ലോ അത് അവിടെ ഉണ്ടായിരുന്നു എന്നല്ലേ, ഞാൻ കാണാത്തതാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പോൾ നമ്മൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നതിൻ്റെ അക്യുറസി, കൃത്യത ഇങ്ങനെ നോക്കിക്കൊണ്ട് നമുക്ക് അത് മനസ്സിലാക്കാനായിട്ട് കഴിയും. പിറ്റേ ദിവസം അതിൻ്റെ പൊസിഷൻ നോക്കിയാൽ നമുക്കറിയാം അത് കൂടുതലുണ്ട്. അപ്പോൾ അത് ആ ആസ്പെക്റ്റിലാണ് നമ്മൾ അത് ആ വിഷയത്തെ ശാസ്ത്രീയമായിട്ട് ഇതാണ് അതിൻ്റെ വശം. നമുക്ക് കൃത്യമായിട്ട് അത് എവിടെയാണെന്ന് അറിയാനും അതിന് പക്ഷേ ആ സമയത്ത് അറിയാൻ കഴിയാതെ വരുമ്പോൾ നമ്മൾ എന്ത് ഗാർഡ് എടുക്കണം, അത് ശരി തന്നെയാണോ അല്ലയോ എന്നുള്ളത് അറിയാൻ ഇതാണ് അതിന് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. ഇനി ഇതിനെ സംബന്ധിക്കുന്ന എന്തെങ്കിലും ചോദ്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് ശാസ്ത്രീയ അടിസ്ഥാനത്തിലുള്ള വിശദീകരണം ഞാൻ കഴിയുന്ന പോലെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കാം. സൈനോഡിക് മന്തിൻ്റെ തുടക്കം ന്യൂമൂണാണ്. അത് ഭൂമിയിൽ ഏതെങ്കിലും ഒരു സ്ഥലത്താണ് ആദ്യം ഉണ്ടാവുന്നത്. നെക്സ്റ്റ് സൈനോഡിക് മന്ത് വേറെ ഏതെങ്കിലും സ്ഥലത്തായിരിക്കും ഉണ്ടാവുക. അങ്ങനല്ലേ? അതല്ലേ ഞാൻ പറഞ്ഞു. അത് സംഗതി അത് നമ്മളെങ്ങനെയാണെന്ന് വെച്ചാൽ അത് രണ്ടും സെപ്പറേറ്റ് ചെയ്തിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യണത്. ചന്ദ്രൻ്റെ പൊസിഷൻ മനസ്സിലാക്കി ഇവിടെ ഡാർക്ക്നെസ് വരുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കുന്നു. അത് ഭൂമിക്ക് മൊത്തമായിട്ട് ഭൂമിയുടെ തിരിച്ചൽ കണക്കാക്കിയിട്ട് ഭൂമിയുടെ ഏത് ഭാഗം അവിടെ വരും എന്നുള്ളത് നമ്മൾ വേറെ കണക്കാക്കുന്നു. അങ്ങനെ 2 കാൽക്കുലേഷനിലൂടെ നമുക്ക് ഏത് സ്ഥലത്ത് എപ്പോൾ ന്യൂമൂൺ വരും എന്ന് പറയാൻ പറ്റുള്ളൂ. ഈ ന്യൂമൂൺ എന്ന് പറഞ്ഞാൽ ഈ ഷെയ്ഡ് വരിക എന്ന് മാത്രമല്ലേ ഉള്ളൂ. ആ ഷെയ്ഡ് വരുമ്പോൾ ഭൂമിയുടെ ഏത് ഭാഗം അവിടെ വരുന്നു എന്നുള്ളത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യണം. ഈ അസ്ട്രോണമിയുടെ സൈഡ് എടുത്ത് നമ്മൾ എത്ര വായിച്ചു നോക്കിയാലും അവിടെയൊക്കെ നമ്മൾ വളരെ വളരെ കൃത്യമായി എല്ലാവരും അതിലൊരു തർക്കമില്ലാത്ത രീതിയിൽ എല്ലാവരും പറയുന്നതാണ് ന്യൂമൂൺ ഒരിക്കലും വിസിബിൾ അല്ല. ന്യൂമൂൺ വിസിബിൾ അല്ല. ന്യൂമൂൺ വിസിബിൾ ആകുന്ന ഫേസിലേക്ക് എത്തണമെങ്കിൽ ഇത്ര സമയം വേണം. അതിനെപ്പറ്റി ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ അതിൻ്റെ കോണനും മറ്റൊക്കെ അനുസരിച്ചിട്ട് വ്യത്യാസം ഉണ്ടാവും. ഈ ന്യൂമൂൺ വിസിബിൾ അല്ല എന്നും ന്യൂമൂൺ വിസിബിൾ ഫേസിലേക്ക് എത്തണമെന്നും പറയുന്നതും ഭൂമിൻ്റെ ഒരു സൈഡിലോ പറ്റി അല്ലല്ലോ പറയുന്നത്. അത് ഭൂമിയിൽ നിന്നുള്ള ഒബ്സർവേഷനെ സംബന്ധിച്ചാണല്ലോ. ഭൂമി മുഴുവനാണ് പറയുന്നത്. അപ്പോൾ ആ വിസിബിൾ അല്ലാത്ത സംഗതി വിസിബിൾ ഫേസിലേക്ക് എത്താൻ ഇത്ര മണിക്കൂർ വേണമെന്ന് പറയുന്നത് ഭൂമിയുടെ ഏത് ഭാഗത്തുനിന്നും ബാധകമായൊരു സംഗതിയല്ല പറയുന്നത്. അല്ല, അതാണ് ഇപ്പം ഇവിടെ ഷെയ്ഡ് വന്നാൽ ഈ ഷെയ്ഡിലേക്ക് ഇവിടെ നിന്ന് എത്താനും സമയം വ്യത്യാസം. ബാലചന്ദ്രനെ കാണുക അല്ലെങ്കിൽ കാണാനുള്ള സാധ്യത, നോ മൂൺ അല്ല ന്യൂ മൂൺ കാണാനുള്ള സാധ്യതയിൽ ലോകത്തിന് ഒന്നായിട്ട് ഒരു പോയിന്റ് നിശ്ചയിക്കാൻ സാധ്യമാണോ എന്നുള്ളത് നിർണ്ണയിക്കാൻ സാധ്യമാണ്. അതിന് അഗ്രിമെൻ്റ് എത്തിച്ചേരണം. സയൻറ്റിഫിക്കലി പോസിബിളാണ്. അത് പോസിബിളാണ്. അത് സാധിക്കും. ഒരു ഐഡിയൽ ഫിക്സ് ചെയ്യേണ്ടി വരില്ലേ? ഒരു ഇന്റർനാഷണൽ ഡെഡ് ലൈൻ ഫിക്സ് ചെയ്യണ്ടേ? അത് ഫിക്സ് ചെയ്യാലോ. അതെങ്ങനെ? അത് അഗ്രിമെന്റിൽ ഫിക്സ് ചെയ്യണം. ചെയ്യാൻ പറ്റൂല. പല അക്ഷാംശങ്ങളിൽ കിടക്കുന്ന രാജ്യങ്ങളുണ്ടാവും. അവിടെ എല്ലാ അക്ഷാംശങ്ങളിലും ഒരേ ദിവസത്തിന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല.
ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ ഇപ്പോഴുള്ള ഡേറ്റ് ലൈൻ ഉണ്ടല്ലോ, അതിൽ തന്നെ പല അക്ഷാംശങ്ങളിലായിട്ടാണ് രാജ്യങ്ങൾ എടുക്കുന്നത്. ഉദാഹരണമായിട്ട് ഇപ്പം നമ്മൾ പറയുന്നത് ഒരു ന്യൂ മൂൺ ഉണ്ടായി, പിറ്റേന്ന് രാവിലെ മുതൽക്ക് മാസാരംഭം എന്നാണ് ഞങ്ങൾ മുതൽക്ക് ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ്റെ തൊട്ട് പടിഞ്ഞാറ് രാജ്യങ്ങൾ തുടങ്ങുന്ന. പക്ഷേ അതിന് വേറെ താറാറുണ്ട്. നമുക്ക് സുബഹി എന്നുള്ള പ്രശ്നമുണ്ട്. സുബഹി അത് ഈ ഡേറ്റ് ലൈനിൻ്റെ പടിഞ്ഞാറുള്ള തൊട്ട് പടിഞ്ഞാറുള്ള രാജ്യങ്ങൾ പല രാജ്യങ്ങളിലും പല സമയത്താണ്. ഈ ന്യൂ മൂൺ ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒന്ന് വിവരിക്കാം. ഒരു 3 മണിക്ക് GMT ന്യൂ മൂൺ ഉണ്ടായി. പിറ്റേന്ന് ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ മുതൽക്ക് എല്ലാ രാജ്യങ്ങളിലേക്കും ഡേറ്റ് ആരംഭിക്കുന്നുള്ള. പക്ഷേ ആ 3 മണി ഒരു ഞായറാഴ്ച, സപ്പോസ് ഒരു സൺഡേ ഒരു 3 മണിക്ക് വൈകുന്നേരം, ആ ഞായറാഴ്ച ഇംഗ്ലണ്ടിലെ ടൈമിനനുസരിച്ച് ഉണ്ടായി ന്യൂ മൂൺ ഉണ്ടായി എങ്കിൽ അന്ന് ആ സമയം തിങ്കളാഴ്ച രാവിലെ 3 മണിയായിരിക്കും ഇന്റർനാഷണൽ ഡേറ്റ് ലൈനിൽ. ചില രാജ്യങ്ങൾ ഉദാഹരണമായിട്ട് ഇപ്പം ചില കാലങ്ങളിൽ 3 മണിക്ക് മുമ്പായിട്ട് ചില രാജ്യങ്ങൾ സുബൈ കഴിഞ്ഞു പോയി. ഉദാഹരണമായിട്ട് ന്യൂസിലാൻഡിലൊക്കെ സുബൈ കഴിയും ഈ ഡിസംബർ മാസങ്ങളിലൊക്കെ, ജനുവരിയിലൊക്കെ. നേരെ മറിച്ച് അതേ ഡേറ്റ് ലൈനിൽ തന്നെ കിടക്കുന്ന കുറേ കൂടി അക്ഷാംശങ്ങൾ മേലോട്ട് കഴിഞ്ഞാൽ പിന്നെ ഫിജിയിലൊക്കെ സുബൈയൊക്കെ 4:30 മണിക്ക്. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യുന്നവർ സുബൈ കഴിഞ്ഞിട്ടില്ല, മറ്റുള്ളവർക്ക് സുബൈ കഴിഞ്ഞു. അപ്പോൾ സുബൈ കഴിഞ്ഞവർക്ക് ഡേറ്റ് തുടങ്ങാൻ പറ്റില്ല ന്യൂസിലാൻഡുകാർക്ക്. നേരെ മറിച്ച് ഇന്റർനാഷണൽ ഡേറ്റ് ലൈനിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന പിന്നെ ഫിജിക്കാർക്ക് തുടങ്ങാൻ സാധിക്കും. അപ്പോൾ 2 ദിവസങ്ങളായിട്ട് തുടങ്ങാൻ പറ്റുള്ളൂ ഈ നോംസ് അനുസരിച്ച് എടുക്കുകയാണെങ്കിൽ. കാരണം ഒരേ അക്ഷാംശത്തിലല്ല. അപ്പോൾ ഒരേ ഡേറ്റിൽ ഉള്ള തൊട്ട് പടിഞ്ഞാറുള്ള രാജ്യങ്ങളിൽ തന്നെ വ്യത്യസ്ത അക്ഷാംശങ്ങൾ കിടക്കുന്നതുകൊണ്ടും സുബൈ ടൈം വ്യത്യാസമായതുകൊണ്ടും ഒരേ ദിവസത്തിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. ഈ പ്രശ്നം ഇപ്പോൾ തന്നെ ഉണ്ടല്ലോ. നമ്മുടെ ഈ പോളാർ റീജിയനിൽ അസ്തമനം തന്നെ ഇല്ലാത്ത പ്രദേശങ്ങളുണ്ടല്ലോ. അപ്പം അതിലൊക്കെ ഒരു അഗ്രിമെൻ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ ഒരു അഗ്രിമെൻ്റാണ് ഉദ്ദേശിക്കുന്നത് ഞാൻ അഗ്രിമെൻ്റ് എന്ന് പറയുമ്പോൾ. ഈ വിഷയത്തിൽ സയൻറ്റിഫിക്കലി ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു വിഷയമാണ് ഫ്രാൻസിസ് സാർ നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുള്ളത്. ഈ വിഷയത്തിൽ വിശുദ്ധ ഖുർആനിൻ്റെയും തിരുചര്യയുടെയും അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ചർച്ച നടക്കേണ്ടത് നമ്മളുടെ ഭാഗത്തു നിന്നാണ്, പണ്ഡിത നേതാക്കളാണ്. അതിലെ അവസരത്തിലേക്കാണ് നമ്മൾ അടുത്തായിട്ട് പ്രവേശിക്കുന്നത് ഇൻഷാ അല്ലാഹ്. അപ്പം ഈ പരിപാടിയിൽ യഥാർത്ഥത്തിൽ വളരെ തിരക്കിനിടയിലാണ് ഫ്രാൻസിസ് സാർ വന്നിട്ടുള്ളത്, എനിക്ക് നേരിട്ട് അറിയാം. നമ്മളോടൊപ്പം വരാനും സയൻറ്റിഫിക്കായ ഈ കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതിനുമൊക്കെ ശ്രമിച്ചതിന് വോയിസ് ഓഫ് ജസ്റ്റിസിൻ്റെയും ഈ ചർച്ചാവേദിയുടെയും പേരിൽ എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തുന്നതോടൊപ്പം അദ്ദേഹത്തിന് നമ്മോട് യാത്ര ചോദിക്കാനുണ്ട്, 2 വാക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനായി അദ്ദേഹത്തെ ക്ഷണിച്ചു. നിങ്ങളെ എല്ലാവരെയും കാണാനും എല്ലാവരുമായിട്ടും സംസാരിക്കാനും ഒക്കെ ഇടവന്നതിൽ വളരെ സന്തോഷമുണ്ട്. നിങ്ങളുടെ ഈ ഉദ്യമം വിജയിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. പ്രിയമുള്ളവരെ, ഇനി നമ്മോട് സംസാരിക്കുന്നത് ബഹുമാന്യനായ അലി മണിക് ഖാനാണ്. ഹിജ്റ കലണ്ടറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ പഠനങ്ങളും കണ്ടെത്തലുകളും വിശുദ്ധ ഖുർആനിൻ്റെയും തിരുചര്യയുടെയും അടിസ്ഥാനത്തിലും ആധുനിക സയൻസിൻ്റെ പിൻബലത്തോടുകൂടിയുമായിരിക്കും അദ്ദേഹം അവതരിപ്പിക്കുക എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ആ വിഷയത്തെ ശ്രദ്ധാപൂർവം കേൾക്കുകയും നോട്ട് ചെയ്യുകയും പിന്നീട് അതുമായി പ്രതികരിക്കുകയുമാണ് ചെയ്യേണ്ടത്. പരമാവധി 45 മിനിറ്റ് വരെ സമയം അനുവദിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കഴിയുന്നതും കുറച്ചുകൊണ്ട് അലി മണിക് ഖാൻ അത് നിർവഹിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹി മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ് ഫഅഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يسألونك عن الأهلة قل هي مواقيت للناس والحج وليس البر بأن تأتوا البيوت من ظهورها ولكن البر من اتقى فأتوا البيوت من أبوابها واتقوا الله لعلكم تفلحون. صدق الله العظيم. പ്രിയമുള്ള സഹോദരന്മാരെ, നാം ഇവിടെ സമ്മേളിച്ചിരിക്കുന്നത് ഒരു വലിയ പ്രശ്നം, മുസ്ലിം ലോകത്തിൻ്റെ ഒരു പ്രശ്നം ചർച്ച ചെയ്യാൻ വേണ്ടിയാണ്. നമുക്കെല്ലാവർക്കും അറിയാം. ഇത് ഞാൻ ഈ പറയുന്ന കാര്യം ഈ കേരളത്തെ സംബന്ധിച്ചതോ തമിഴ്നാടിനെ സംബന്ധിച്ചതോ അല്ല,
മുസ്ലിം ലോകം ഇന്ന് വളരെയധികം കഷ്ടപ്പെടുന്ന ഒരവസ്ഥയെ പറ്റിയാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. അതായത് നമ്മുടെ ഇസ്ലാമിക കലണ്ടർ, ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിൻ്റെ നിയമങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുകയും അത് പ്രാബല്യത്തിൽ വരുന്നതിന് മുമ്പായി പോവുകയും ചെയ്തു. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്താണ് ഈ പ്രശ്നം സമൂഹം മനസ്സിലാക്കിയത്. അന്നാണ് അവർ ഹിജ്റയുടെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ചന്ദ്രമാസം ഹിജ്റ കലണ്ടർ അവർ തുടങ്ങിയത്. അതുമുതൽ ഇന്ന് വരെ ചന്ദ്രനെ നോക്കിക്കൊണ്ട് തീയതികൾ പാലിക്കുന്ന വ്യവസ്ഥയാണ് നമുക്കുള്ളത്. പക്ഷേ അതിനിടയിൽ നമ്മളുടെ ഇടയിൽ നമുക്ക് അറിവില്ലാത്തതുകൊണ്ടും നമ്മുടെ ഇടയിൽ ഈ വാർത്താവിനിമയ സൗകര്യങ്ങൾ, യാത്രാ സൗകര്യങ്ങൾ ഇല്ലാത്തതുകൊണ്ടും പലപ്പോഴും പെരുന്നാളുകൾ പല ദിവസങ്ങളിലായി നടന്നു വന്നിട്ടുണ്ട്. ഇത് വളരെയധികം ശ്രദ്ധയിൽ പെട്ടിരുന്നില്ല. കാരണം ഈ വാർത്താവിനിമയ സൗകര്യങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണ്. പലപ്പോഴും തെറ്റി സംഭവിച്ചിരിക്കാം. ഒരു സ്ഥലത്ത് പെരുന്നാളാകുന്നത് വേറൊരു ദിവസമാണെന്ന് അറിയുന്നത് കുറേ ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ്. അപ്പോൾ അത് പ്രശ്നമാകുന്നില്ല, അറിയുന്നില്ല ജനങ്ങൾ. അങ്ങനെ വിട്ടുപോയ കഴിഞ്ഞുപോയ ഒരു കാര്യം പിന്നെ രണ്ടാമതും അതിനെപ്പറ്റി ചിന്തിക്കേണ്ട ആവശ്യം വരാത്തത് കൊണ്ട്, ഒരു കൊല്ലത്തിൽ ഒരിക്കൽ വരുന്ന ഒരു കാര്യമായതുകൊണ്ട് ഇത് ശരിയായി ശ്രദ്ധിക്കാതെ പോയി എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. നമ്മുടെ കാലഘട്ടത്തിൽ ഈ കഴിഞ്ഞ ഒരു 60-70 വർഷങ്ങളിൽ നാം എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന, നമ്മുടെ സാക്ഷ്യം വഹിക്കുന്ന ഈ കാലഘട്ടത്തിൽ നാം കാണുന്നത് മുസ്ലിം ലോകം 3 ദിവസങ്ങളിലായി അല്ലെങ്കിൽ 4 ദിവസങ്ങളിലായി പെരുന്നാൾ ആചരിക്കുന്ന അവസ്ഥയാണ്. ഞാൻ ചിലപ്പോൾ 5 ദിവസം വരെ പെരുന്നാൾ ആചരിച്ച സംഭവം ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പെരുന്നാളുകൾ 2-3 ദിവസത്തിൽ വരുന്നത് ശരിയാണോ ശരീഅത്തിൽ എന്നാണ് നമ്മുടെ വിഷയം. ഇപ്പോൾ ഒരു പെരുന്നാൾ 2 ദിവസത്തിലാകുന്നത് ശരീഅത്തിൽ ഹറാമാണ്. അതിന് ഹറാമാണ് ശരീഅത്തിൽ. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പെരുന്നാളിൻ്റെ ദിവസം നോമ്പ് ഹറാമാക്കിയിട്ടുണ്ട്. പെരുന്നാളിൻ്റെ ദിവസം നോമ്പെടുക്കുന്നവൻ നമ്മൾ പെട്ടവനല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ലോക ജനത മുഴുവനും ഒരു ദിവസത്തിൽ പെരുന്നാൾ ആചരിച്ചില്ലെങ്കിൽ, അറിഞ്ഞും കൊണ്ട് 2-3 ദിവസമാക്കിയെങ്കിൽ നാം എല്ലാവരും കുറ്റക്കാർ തന്നെയാണ്. അതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ അറിയാതെ ഒരു കാര്യം ചെയ്തു പോകാം, പക്ഷെ അറിഞ്ഞും കൊണ്ട് ഇത് ചെയ്യാൻ പറ്റില്ല. ഇതിന് നമുക്ക് പല ഉദാഹരണങ്ങളും ഇത് പലതും നമുക്ക് സമർത്ഥിക്കാൻ പറ്റും. മനുഷ്യർക്ക് ഈ ഭൂമിയിൽ ഒരു ദിവസം മാത്രമേ ഉള്ളൂ, 2 ദിവസമില്ല. ഒരു ദിവസത്തിൽ ചെയ്യേണ്ട അമലുകൾ ദീൻ നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. 5 വക്ത് നമസ്കാരമാണ് നാം ഒരു ദിവസത്തിൽ ചെയ്യുന്നത്. ഈ 5 നമസ്കാരം കഴിഞ്ഞാൽ ഒരു ദിവസം പോയി, പിന്നെ പിറ്റേ ദിവസത്തിൻ്റെ നമസ്കാരങ്ങളാണ്. ഇങ്ങനെ നമസ്കാര സമയം നമ്മെ പഠിപ്പിക്കുന്നത് എന്താണ്? ലോകത്തിലെ വ്യത്യാസം, ഓരോ സ്ഥലത്തുമുള്ള വ്യത്യാസങ്ങൾ ഇത് നോക്കി നമുക്ക് ഭൂമിയുടെ ഗോളാകൃതിയെ മനസ്സിലാകുന്നു. ഇതിൻ്റെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്കുള്ള ദൂരം നമുക്ക് മനസ്സിലാകുന്നു. ഈ ശാസ്ത്രങ്ങളെല്ലാം നമ്മുടെ മതചര്യകൾ തന്നെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഇത് ശ്രദ്ധിച്ചവർ വളരെ കുറവാണ്. ഇതിനെപ്പറ്റി ആരും ശ്രദ്ധിക്കുന്നില്ല. നമ്മൾ നമസ്കാരം ഒരു ആചാരം പോലെ ചെയ്തു പോകുന്നു. നമുക്കിപ്പോൾ അധികം ആളുകൾക്കും സൂര്യനെ നോക്കി സമയം പറയാൻ ഇപ്പം പറ്റുകയില്ല. വാച്ചില്ലെങ്കിൽ സമയം അറിയില്ല, ആ അവസ്ഥയാണ്. പക്ഷേ പഴയ കാലഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് വാച്ചുകൾ ഉണ്ടായിരുന്നില്ല. അവർ സൂര്യൻ്റെ നിഴൽ നോക്കിയും അതിൻ്റെ സ്ഥാനം നോക്കിയുമാണ് സമയം കണക്കാക്കിയിരുന്നത്. പിന്നെ സൂര്യനെ കാണാത്ത സമയത്ത് വേറെ ചില മാർഗങ്ങൾ ഉപയോഗിച്ചു അവർ സമയം കണ്ടെത്തി. കാരണം സമയത്ത് നമസ്കരിക്കണം, അത് നിർബന്ധമായിരുന്നു. പിന്നെ കാലക്രമേണ പല ഉപകരണങ്ങളും ഉണ്ടാക്കപ്പെട്ടു. ഇന്ന് നമുക്ക് സമയം അറിയാനുള്ള വളരെ ആധുനിക യന്ത്രങ്ങൾ ഉണ്ട്. അതുകൊണ്ട് സമയം നമുക്ക് പ്രശ്നമാവുന്നില്ല. പിന്നെ ഈ കൊല്ലത്തിൽ വരുന്ന ഈ ഈദിനെപ്പറ്റി അല്ലെങ്കിൽ കൊല്ലത്തിൽ വരുന്ന റംളാൻ മാസത്തെപ്പറ്റി ഇതിലാണ് നമുക്ക് സമയം മനസ്സിലാക്കാൻ പറ്റാതെ പ്രശ്നം ഉണ്ടാകുന്നത്. ഇത് ചന്ദ്രനാണ് കാണിച്ചു തരുന്നത്.
ആദ്യം തന്നെ ഞാൻ ഖുർആനിൽ ഈ ആയത്ത് ഓതി കേൾപ്പിച്ചു. ഇതാണ് ആദ്യം ഖുർആനിൽ ഈ നമ്മുടെ ഈ കലണ്ടറിനെ പറ്റി, തീയതികളെ പറ്റി വരുന്ന ആയത്ത്. യസ്അലൂനക അനിൽ അഹില്ലത്ത്, ജനങ്ങൾ നിങ്ങളോട് അഹില്ലത്ത് എന്താണെന്ന് ചോദിക്കുകയാണ്, അതിനെപ്പറ്റി ചോദിക്കുകയാണ്. ഖുൽ ഹിയ മവാഖീതു ലിന്നാസ്, അവ ജനങ്ങൾക്ക് ഹജ്ജിനും തീയതികൾ കാണിക്കുന്നവയാണ്, അല്ലെങ്കിൽ അവ ജനങ്ങൾക്ക് തീയതികളാണ് എന്ന് പറയുക. വലൈസൽ ബിർറു ബിഅൻ തഅതുൽ ബുയൂത മിൻ ദുഹൂരിഹ, വീടുകൾക്ക് പിൻവാതിൽ കൂടി പോകുന്നതിൽ നന്മയില്ല. വലാകിന്നൽ ബിർറ മനിത്തഖ, സൂക്ഷ്മത പാലിക്കുന്നതിൽ, അല്ലെങ്കിൽ അള്ളാഹുവെ ഭയപ്പെടുന്നതിൽ, ഭയപ്പെട്ട് കാര്യങ്ങൾ ചെയ്യുന്നതിലാണ് നന്മ. അതുകൊണ്ട് ഫഅതുൽ ബുയൂത മിൻ അബ്വാബിഹ, അതിൻ്റെ വാതിൽ കൂടി തന്നെ വീടുകളിലേക്ക് നിങ്ങൾ കടക്കുവിൻ. വത്തഖുല്ലാഹ, അള്ളാഹുവെ സൂക്ഷിച്ചുകൊള്ളുവിൻ, ഭയപ്പെടുവിൻ. ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾക്ക് വിജയം ഉണ്ടായേക്കാം. അപ്പോൾ ഇത് തീയതികളെപ്പറ്റി, നമുക്ക് കാലഗണനയെപ്പറ്റി പറഞ്ഞ ആദ്യത്തെ ആയത്താണ് ഖുർആനിൽ. ഇത് തന്നെ മതി, വേറൊന്നും വേണ്ട. ഇതിൽ നിന്ന് തന്നെ നമുക്ക് കലണ്ടർ ആവിഷ്കരണം ചെയ്യാൻ പറ്റും. ഈ ആയത്തിനെ ശരിക്കും നമ്മൾ മനസ്സിലാക്കിയ. ഇവിടെ ആദ്യമായിട്ട് വന്നത് അഹില്ലയാണ്. ഈ അഹില്ല എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ്റെ വൃതിക്ഷയങ്ങൾ, ദിനേന ചന്ദ്രനിൽ ഉണ്ടാകുന്ന വ്യത്യാസം, അതിൻ്റെ സ്ഥാനം, അതിൻ്റെ ആകൃതി, ഇത് രണ്ടിനും ദിനേന മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. നിമിഷങ്ങളിൽ മാറ്റം വരുന്ന, മണിക്കൂറുകളിൽ വരുന്ന മാറ്റം നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. ഒരു ദിവസത്തിൽ വരുന്ന മാറ്റമാണ് നമ്മൾ നോക്കിയിട്ട് തീയതി കണക്കാക്കേണ്ടത്. ഇത് കാണിക്കുവാൻ വേണ്ടിയാണ് അള്ളാഹു ഇതിനെ സംവിധാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർക്ക് മറുപടി പറയാൻ പറയുന്നത് അത് തീയതികൾ കാണിക്കുന്നവയാണ് എന്ന് പറയും. അവർ ചോദിച്ചത് എന്താണ്? അവർ ചോദിച്ചത് ഈ മാറ്റം സംഭവിക്കുന്നത് എങ്ങനെയാണെന്നാണ്. ഇത് നമുക്ക് മനസ്സിലാവുന്നില്ലല്ലോ, ഈ മാറ്റം എങ്ങനെ സംഭവിക്കുന്നു എന്ന് പറഞ്ഞതിന് അവർക്ക് മനസ്സിലാവുന്ന ഒരു തരത്തിലുള്ള ഒരു മറുപടി പറയുവാനാണ് അള്ളാഹു റസൂലിനോട് കൽപ്പിച്ചത്. അതിനടിസ്ഥാനത്തിലാണ് അവ ജനങ്ങൾക്ക് തീയതികൾ കാണിക്കുവാൻ വേണ്ടിയാണ് എന്ന് പറയുക ചെയ്തത്. അപ്പോൾ തീയതികൾ എങ്ങനെ പാലിക്കപ്പെടണം എന്നതാണ് പിന്നെയുള്ള ഭാഗം. സമയം ലംഘിക്കാൻ പാടില്ല. നമസ്കാരം ആ സമയത്ത് ചെയ്യുന്നത് പോലെ തന്നെ, അതായത് ഓരോ പ്രദേശത്തുള്ളവരും അതാത് സമയത്ത് ചെയ്യുന്നത് പോലെ ഈ തീയതിയുടെ വിഷയത്തിലും മുന്നിലുള്ളവർ മുന്നിലായിട്ടും പിന്നിലുള്ളവർ പിന്നിലായിട്ടും പോയിക്കൊള്ളണം എന്നതാണ് ഈ ആയത്തിൻ്റെ ഉള്ളിലടങ്ങിയിരിക്കുന്ന ഒരർത്ഥം. ഇത് നമ്മൾ തഫ്സീറുകളിൽ നോക്കിയാൽ ഇത് കാണാൻ സാധിക്കും. നമ്മളിപ്പോൾ കണ്ടത് എനിക്ക് വളരെ വ്യസനമുണ്ടായ ഒരു സംഗതിയാണ്. ഞാൻ ഈ കാര്യം ഈ കേരളീയരായ ഉത്ബുദ്ധരായ ജനങ്ങളോട് പറയാൻ തുടങ്ങിയിട്ട് 15 കൊല്ലത്തോളമായി. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് സൗദി അറേബ്യയിൽ പോകാനുള്ള അവസരം കിട്ടി. അവിടെ ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ പലതും നടത്തി. അപ്പോൾ ഒരു ക്ലാസ്സിൽ വെച്ച് ഞാൻ എൻ്റെ ഇത് അവതരിപ്പിച്ചപ്പോൾ അവിടെ ഒരു ഡോക്ടർ, ശ്രീലങ്കയിൽ നിന്നുള്ള ഒരു ഡോക്ടർ, അദ്ദേഹം പറഞ്ഞു എനിക്ക് കുറച്ച് സമയം തരണം സംസാരിക്കാം. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, അദ്ദേഹം പറഞ്ഞ സംഗതി മുഴുവൻ ഞാൻ ഉൾക്കൊള്ളുന്നു, ഇത് മുഴുവൻ സത്യമാണ്, ശരിയാണ്. പക്ഷേ കഴിഞ്ഞ ഈദുൽ ഫിത്റിൽ, ഈ കഴിഞ്ഞതിൽ അതിന് മുമ്പത്തെ ഞാൻ ലണ്ടനിൽ ഉണ്ടായിരുന്നു. ലണ്ടൻ നമുക്കറിയാലോ, ഈ കോഴിക്കോട് പോലെയല്ല, ഇതിനേക്കാൾ ഇത്ര വലിയ സിറ്റിയാണ്. വളരെയധികം ഉത്ബുദ്ധരായ, അഭ്യസ്ത വിദ്യരായ, വളരെ ഹൈ ലെവലിലുള്ള ജനങ്ങൾ ഉള്ള സ്ഥലമാണ് അത്. അവിടെ 3 തെരുവിൽ മുസ്ലിമീങ്ങൾ 3 ദിവസം പെരുന്നാൾ ആചരിച്ചു, ഈദുൽ ഫിത്തർ ആചരിച്ചു. അപ്പോൾ നമ്മളെ അവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. അവിടെ 3 ദിവസം പെരുന്നാൾ ആചരിക്കാൻ പാടുണ്ടോ? നിങ്ങൾ എന്താ പറയുന്നത്? ഒരിക്കലും ഇത് അനുവദനീയമല്ല, ഇസ്ലാം അനുവദിക്കില്ല. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, പെരുന്നാളിന്റെ ദിവസം നോമ്പെടുക്കുന്നവൻ നമ്മളിൽ പെട്ടവനല്ല. എത്ര വലിയ കുറ്റം, മനസ്സിലാക്കണം. ഇതെങ്ങനെ സംഭവിച്ചു? അതും സമൂഹം വളർന്നിട്ടില്ല എന്നർത്ഥം. പണ്ഡിതന്മാർക്കറിയാം ഇത്. പക്ഷെ എന്ത് ചെയ്യും പണ്ഡിതന്മാർ? ഒന്നും ചെയ്യാൻ പറ്റില്ല. ജനങ്ങൾ, സമൂഹം എന്ത് പറയുന്നു അതുപോലെ ചെയ്യും. എന്താ സംഭവം എന്ന് വെച്ചാൽ, ഇന്ത്യയിൽ പെരുന്നാൾ ആചരിക്കുന്ന ദിവസം ആചരിച്ചു. പിന്നെ പാകിസ്ഥാൻകാർ പാകിസ്ഥാനിൽ പെരുന്നാൾ ആചരിച്ച ദിവസം ആചരിച്ചു. പിന്നെ ബംഗ്ലാദേശുകാർ അവരുടെ ബംഗ്ലാദേശിൽ പെരുന്നാൾ ആചരിച്ച ദിവസം ആചരിച്ചു. ഇത് ദീൻ അനുവദിക്കുന്നുണ്ടോ എന്ന് ചിന്തിച്ചു നോക്കും നിങ്ങൾ. അപ്പോൾ ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഒരു പട്ടണത്തിൽ 2 പെരുന്നാൾ
അനുവദിക്കപ്പെടുകയില്ലെങ്കിൽ ലോകത്തിൽ ഏത് പട്ടണത്തിലാണ് ഇത് അനുവദിക്കപ്പെടുക? ഒരിക്കലും അനുവദിക്കപ്പെടുകയില്ല. പക്ഷേ ഒരു പ്രശ്നം ഇവിടെ ഉണ്ട്. ആ പ്രശ്നം നമുക്ക് വളരെ എളുപ്പത്തിൽ പരിഹരിക്കാൻ പറ്റും. അത് നമുക്ക് ദീനെല്ലാം പഠിപ്പിക്കുന്നുണ്ട്, യാതൊരു പ്രശ്നവുമില്ല ഇവിടെ. ഇപ്പോൾ 6 ദിവസം നമ്മൾ ഉച്ചക്ക് സൂര്യൻ തലക്ക് മേലെ വരുമ്പോൾ നമസ്കരിക്കുന്ന ലുഹറ. ഈ 6 ദിവസവും സൂര്യൻ്റെ കൂടെ ലുഹർ കറങ്ങുന്നു. ഇങ്ങനെ കറങ്ങിക്കൊണ്ടുപോയി 7ാമത്തെ ദിവസം വന്നാൽ ലുഹർ അവിടുന്ന് പെട്ടെന്ന് അവസാനിക്കുകയും ജുമാ എന്ന നമസ്കാരം തുടങ്ങുകയും ചെയ്യുന്നു. ഇനി 24 മണിക്കൂർ വരെ ലോകത്ത് ലുഹറില്ല, ഒരു പള്ളിയിലും ലുഹർ നമസ്കരിക്കുക. ഇതിങ്ങനെ ഇനി ജുമാ നമസ്കാരമാണ് വരുന്നത്. പിന്നെ 24 മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെയും അതാ ലുഹർ വരുന്നു. അപ്പോൾ ഇത് എവിടെ വെച്ച് സംഭവിക്കും എന്നുള്ളത് നമ്മൾ ചിന്തിച്ച് നോക്കണം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു, ആഴ്ചയിൽ വരുന്ന പെരുന്നാളാണ് ഈ ജുമാ. അപ്പോൾ ഈ ആഴ്ചയിൽ വരുന്ന പെരുന്നാൾ 24 മണിക്കൂറിൽ ഒതുങ്ങുമെങ്കിൽ വർഷത്തിൽ വരുന്ന പെരുന്നാൾ എന്തിന് 2-3 ദിവസത്തിൽ വരണം? നമ്മൾ ചിന്തിക്കണം. ചിന്തിക്കാതെ നമ്മൾ കാര്യങ്ങൾ ചെയ്യരുത്, ഒരിക്കലും പാടില്ല, തെറ്റാണ്. അപ്പോൾ ഇതിന് വ്യവസ്ഥ ഉണ്ട് ലോകത്ത്. നമുക്ക് ഭൂപടം കാണാം. അവിടെ ഇതാണ് ഭൂമി, ഈ ഗോളം പരത്തി വെച്ചതാണത്. ഇത് തന്നെയാണത്, വ്യത്യാസമില്ല. ഇതിനെ പരത്തി വെച്ച് കാണിച്ചു. ഇങ്ങനെ നോക്കിയാലേ നമുക്ക് ഇതിൻ്റെ കാര്യം മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഈ ഗോളാകൃതി ചിന്തിച്ചാൽ നമ്മൾ അന്തം വിട്ടു പോകുന്നു, മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിനു വേണ്ടി ആദ്യമായി ഭൂമി പരത്തിയ മനുഷ്യൻ ഒരു സാഹിബായിരുന്നു, മെർക്കേറ്ററായിരുന്നു ഈ പണി ചെയ്തത്. അദ്ദേഹം ഈ സമയത്തിൻ്റെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി വളരെയധികം ആലോചിച്ചു. എന്താ ഇത് ഇങ്ങനെ സംഭവം? ഇപ്പോൾ ഈ നടുവിൽ ഇത്രയും കിലോമീറ്റർ, അവിടെ പോകുമ്പോൾ 1 കിലോമീറ്ററും ഇല്ല, 0. എന്ത് ചെയ്യും? അവിടെ സമയമില്ലേ? സമയമുണ്ട്. അവിടെ 24 മണിക്കൂർ വേണം. ഭൂമിയിൽ ഏത് സ്ഥലത്തും 24 മണിക്കൂർ വേണം. അപ്പോൾ ഇതെങ്ങനെ പരിഹരിക്കും? അദ്ദേഹം വളരെയധികം ചിന്തിച്ചു. ഞാൻ വായിച്ചത്, അദ്ദേഹം ഒരു കണ്ണാടിയിലുള്ള ഒരു വലിയ ഗോളം ഉണ്ടാക്കുകയും ഈ ലൈനുകൾ അവിടെ വരയ്ക്കുകയും ഈ ലോഞ്ചിറ്റ്യൂഡ്സും ലാറ്റിറ്റ്യൂഡ്സും എല്ലാം വരച്ചിട്ട് അതിനകത്ത് പിന്നെ ഇതിന് ചുറ്റും പേപ്പർ കവർ ചെയ്തിട്ട് അതിലൊരു ബൾബ് കത്തിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് പ്രശ്നം മനസ്സിലായി. എല്ലാം നേർരേഖകൾ കിട്ടുന്നു. അപ്പോൾ മനസ്സിലായി, ശരിയായി. അതാണിപ്പോൾ നമ്മൾ കാണുന്ന ഈ ടൈം ചാർട്ടിൽ കാണുന്നത്. എല്ലാം നേരെ ആയിരിക്കും. അതല്ലെങ്കിൽ നമുക്കിതിന് മനസ്സിലാക്കാൻ പറ്റില്ല. അവിടെ കിബ്ലയുടെ പ്രശ്നം അങ്ങനെ തന്നെയാണ്. ഈ ഭൂമിയുടെ 2 ധ്രുവങ്ങളും ഇങ്ങനെ നിന്നുകൊണ്ട് കറങ്ങുന്നതാണ്. അപ്പം നമുക്ക് കാണാം, റബ്ബുൽ മശ്രിഖി വൽ മഗ്രിബി, മശാരിഖി വൽ മഗാരിബി, മശ്രിഖൈനി മഗ്രിബൈനി. നമ്മൾ പ്രശ്നം ഇപ്പോഴെന്താണ്? ഈ 2-3 പെരുന്നാൾ ദിവസം ആകാൻ പാടുണ്ടോ ഇല്ലേ എന്നത് മാത്രം നമ്മൾ ചർച്ച ചെയ്താൽ മതി. എല്ലാവരും പറയുന്നത് പാടില്ലെന്ന്. പറ്റില്ല. ഒരു പട്ടണത്തിലും ഇത് അനുവദിക്കില്ല. അപ്പോൾ ഇതിന് പരിഹാരം നമുക്കുണ്ടോ ഇല്ലേ എന്ന് നോക്കിയാൽ ഇമാം ഷാഫി അലൈഹി റഹ്മത്തുള്ളാഹി അലൈഹി അന്ന് തന്നെ ഇതിൻ്റെ വിധി എഴുതി വെച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, പട്ടണം എത്ര വലുതായാലും അവിടെ 2 ജുമാ പാടില്ല. ഇങ്ങനെ വരുന്ന സ്ഥലത്ത് ആ പട്ടണം വിഭജിക്കപ്പെടണം, കടലുണ്ടാവണം, ആൾ താമസം പാടില്ല. അതിൻ്റെ 2ൻ്റെ ഇടയിലും യാത്രാ ദൂരം നിർബന്ധമാണ്. ഇത് ഇമാം ഷാഫി ഈ വിഷയത്തിൽ വിധിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സ്ഥലത്തല്ലാതെ ഈ ജുമാ മാറ്റാൻ പറ്റില്ല. ലോകത്ത് ഒരു പട്ടണത്തിലും ജുമാ പോയി ഒരു കൂട്ടം ജുമാ നമസ്കരിക്കുകയും ഒരു കൂട്ടം ലുഹർ നമസ്കരിക്കുകയും വരുന്ന അവസ്ഥ വരാൻ പാടില്ല. അവിടെ മാത്രമേ പാടുള്ളൂ. അതാണ് ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ. അതുണ്ടാക്കിയവർക്ക് ഇസ്ലാമിൻ്റെ നിയമം അറിയില്ല. അവർ ബുദ്ധി കൊണ്ട് ആലോചിച്ചു സംഗതി ശരിയാക്കി. അപ്പോൾ ആ കാലഘട്ടത്തിൽ മുസ്ലിങ്ങൾ വളരെ പിന്നിലായിരുന്നു. ഇത് ആവശ്യം വന്ന സമയത്ത് മുസ്ലിങ്ങൾ അത് ചെയ്തില്ലെങ്കിൽ അള്ളാഹു അത് വേറെ കൂട്ടരെ കൊണ്ട് നിർവഹിക്കും. അത് ലോകത്തിൻ്റെ വിധിയാണ്. അപ്പോൾ അവരത് നിർവഹിച്ചു. പിന്നെ ഇപ്പം നമ്മളിപ്പം നോക്കേണ്ടത് ഈ അവർ നിർണയിച്ച ഡേറ്റ് ലൈൻ നമ്മുടെ ശരീഅത്തിന് ഇത് ശരിയാകുമോ ഇല്ലേ എന്നത് മാത്രമാണ്. ശരിയല്ലെങ്കിൽ അല്ലേ അത് മാറ്റേണ്ടതുള്ളൂ, അല്ലെങ്കിൽ അത് അംഗീകരിക്കാൻ വേണ്ടത്. ഇപ്പം മുമ്പേ തന്നെ 100 വർഷങ്ങൾക്ക് മുമ്പെയാണ് ഇത് ശരിയാക്കിയത്. അപ്പോൾ തന്നെ ഈ ഭാഗത്തുള്ളവർ ജുമായും മറ്റേ ഭാഗത്തുള്ളവർ ലുഹറും നമസ്കരിക്കുന്നവരായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരുന്നു ഇതിനെ അവർ ഈ പടിഞ്ഞാറും കിഴക്കിൻ്റെ അതിർത്തി അവർ നിർണയിച്ചത്. ലോകത്ത് പടിഞ്ഞാറും കിഴക്കും അന്തമില്ലാതെ കറങ്ങിക്കൊണ്ടിരിക്കും. എന്നാൽ ഭൂമി പരിമിതമാണ്. ഈ പടിഞ്ഞാറിനും കിഴക്കിനും ഒരു രേഖ ഉണ്ടാവണം, അല്ലെങ്കിൽ പ്രശ്നം തന്നെയാണ്. ആ പ്രശ്നമാണ് ഈ ഡേറ്റ് ലൈൻ കൊണ്ട് പരിഹരിക്കപ്പെടുന്നത്. നമ്മുടെ
കിതാബുകളിൽ ഈ വിഷയം അധികം ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ലാത്തതുകൊണ്ട് നമുക്കത് മനസ്സിലാവുന്നില്ല. പണ്ഡിതന്മാരും ഇത് വേണ്ട പോലെ മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ടാണ് ഈ പ്രശ്നം ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ പെരുന്നാളിനെ പറ്റി ചോദിച്ചാൽ ഇതെങ്ങനെയാണ് ഈ മാസനിർണയം? അതുണ്ടല്ലോ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അസ്അലുനക അനില്ലാഹില്ല കുൽഹിയ മവാഖിത്തുൽ ലിന്നാസി വൽ ഹജ്ജ് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനെപ്പറ്റി വിശദീകരണം നൽകിയിട്ടുണ്ട്. അത് പ്രശ്നം വന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക ജീവിതത്തിൽ ഈ പ്രശ്നം വന്നിട്ടില്ല. മദീനയിൽ പോയതിന് ശേഷം ഈ സമൂഹം ഒരു വ്യവസ്ഥാപിതമായ രീതിയിൽ നീങ്ങാൻ തുടങ്ങിയപ്പോൾ ആണ് പ്രശ്നം വന്നത്. അപ്പോൾ എല്ലാവർക്കും പെരുന്നാളുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ നിങ്ങൾക്കും 2 പെരുന്നാൾ തരാം. അത് ഒന്ന് ഈദുൽ ഫിത്തർ. ഈദുൽ ഫിത്തർ എന്താണ്? ശവ്വാൽ 1-ന്, ശവ്വാൽ 2-നല്ല 1-ന്. അതേപോലെ തന്നെ ഈദുൽ അദ്ഹ, ഇത് ദുൽഹജ്ജ് 10, 11 10, 9 10-ന്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർണയിച്ചു. അപ്പോൾ ആ 2ാമത്തെ വർഷം, ഹിജ്റ 2ാമത്തെ വർഷം, ഇപ്പോൾ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. ഇതാണ് ഈ നോമ്പിൻ്റെ ഈ അവസരമാണ് നമുക്ക് ഈ മാസങ്ങളെ മനസ്സിലാക്കാൻ അവസരമായത്. അപ്പോൾ ഇവിടെ നോമ്പ് പിടിക്കണം. എങ്ങനെ നോമ്പ് പിടിക്കും? ഷഹ്റു റമളാൻ അല്ലസീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഖുർആൻ ഇറക്കപ്പെട്ട മാസമായ റമളാൻ മാസം, ആ മാസമാണ് നോമ്പ് പിടിക്കേണ്ടത്. അപ്പോൾ അവർക്ക് റമളാൻ ഉണ്ടായിരുന്നു നമുക്ക് മനസ്സിലാക്കാം. റമളാൻ എല്ലാ മാസങ്ങളും അവർ പാലിച്ചു വരുന്നതാണ്, അവർക്ക് മാസങ്ങൾ അറിയാം. അപ്പോൾ അവരെ റമളാൻ മാസം എങ്ങനെ കണക്കാക്കിയിരുന്നു നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ അവർക്ക് പല തരത്തിലുള്ള കണക്കുകൾ ഇതിനുണ്ടായിരുന്നു. എങ്ങനെ അവരിത് നിശ്ചയിച്ചു എന്നുള്ളത് അറിവുള്ള ജനങ്ങൾ ഉപയോഗിച്ചിരുന്നത് ജൂത ചന്ദ്രമാസ കലണ്ടറായിരുന്നു. അവർ വന്നപ്പോൾ ഇവർ ഇത് അംഗീകരിച്ചിട്ടുണ്ടാവാം. അത് ആർട്ടിഫിഷ്യൽ ലുണാർ കലണ്ടറാണ്. 30-29 30-29 ഇങ്ങനെ മാറിക്കൊണ്ട് വരും. റമളാൻ എപ്പോഴും 30-ആണ്, ഷാബാൻ 29, ശവ്വാൽ 29 ഇങ്ങനെ വരും. ഇങ്ങനെ വന്ന് 354 ദിവസം ഉണ്ടാവും. 29-ന്റെ 6 മാസവും 30-ന്റെ 6 മാസവുമാണ് ഈ കലണ്ടറിൻ്റെ അവസ്ഥ. അത് അറിവുള്ള ജനങ്ങൾ. പിന്നെ മറ്റ് വിഭാഗം അവരെന്ത് ചെയ്തിരുന്നു? ഈ ചന്ദ്രൻ്റെ ഇതുമായി വിട്ടുപോകാതിരിക്കുവാൻ ചിലപ്പോൾ 355 ദിവസവും വരും. അപ്പോൾ ഒരു ദിവസം കൂട്ടേണ്ടി വരും. അപ്പോൾ കുറേ കാലം കഴിയുമ്പോൾ അവർ ഏതോ ഒരു കണക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ലീപ്പ് ഇയർ സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് ദുൽഹജ്ജിന് 10 ആക്കിക്കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യും. ഇത് നസിയിൽപ്പെടും. ഇത് പിന്നീട് നിരോധിക്കപ്പെട്ടു. പിന്നെ അവർ മറ്റ് കൂട്ടർ ഈ സാധാരണ ജനങ്ങൾ മാസം കണക്കാക്കിയിരുന്നത് പഴയ ജൂതന്മാരുടെ രീതി തന്നെ. ഇത് കാണുമ്പോൾ മാസം തുടങ്ങും. എപ്പോൾ കാണും അപ്പോൾ തുടങ്ങും മാസം. അതിന് വ്യവസ്ഥാപിതമായ ഒരു കണക്കുണ്ടാവില്ല. നമ്മൾ കാണുമ്പോൾ തുടങ്ങിയാൽ ചിലപ്പോൾ 2-3 ആയിരിക്കും കാണുന്നത്. അതിൽ നിന്ന് തുടങ്ങിയാൽ അവർക്കത് മതിയായിരുന്നു. കാരണം അവർ എവിടെയും ദൂരെ യാത്ര ചെയ്യുന്നവരല്ല, വേഗം യാത്ര ചെയ്യുന്നതല്ല. അപ്പോൾ ഇത് വലിയ പ്രശ്നമായിരുന്നില്ല അവർക്ക്. അങ്ങനെയായിരുന്നു ചെയ്തിരുന്നത്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതൊന്നും അംഗീകരിക്കാതെ പുതിയ ഒരു സിസ്റ്റമാണ് പഠിപ്പിച്ചത്. അതായത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമ്മുടെ മാസം 29-ഉം 30-ഉമാണ്. ഇത് പല മാതിരി മാറി മാറി വരും. ഹാക്കഥ വഹാക്കഥ. ആ പല മാതിരി വരുന്ന ഈ മാസത്തെ നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും? 29-ന് ഈ ചന്ദ്രക്കല പ്രത്യക്ഷമാവുന്നുണ്ടോ ഇല്ലേ എന്ന് നോക്കി മനസ്സിലാക്കാനാണ് പറഞ്ഞത്. കാണാനല്ല പറഞ്ഞത്. നമുക്കൊരു തെറ്റിദ്ധാരണ ഉണ്ട്. കാണാൻ പറഞ്ഞു, കാണാനല്ല, നോക്കി മനസ്സിലാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതായിരുന്നു അവർ ചെയ്തിരുന്നതും. അവർക്കറിയാം. ഈ അസ്അലുനക അനിൽ അഹില്ലത്തി, അഹില്ലത്ത് എന്താണെന്ന് പറഞ്ഞു. ഈ അഹില്ലത്തിൻ്റെ വ്യാഖ്യാനം വേറൊരു ആയത്തിൽ വരുന്നുണ്ട്. ഏത് അഹില്ല? നിങ്ങൾ നോക്കിയാൽ കാണാം, ഒറ്റ ഒരു സ്ഥലത്ത് ഒറ്റ ഒരു ഭാഷ മാത്രമേ ഖുർആനിൽ വന്നിട്ടുള്ളൂ, വേറെ എവിടെയും വന്നിട്ടില്ല. പിന്നെ അതിൻ്റെ വേറൊരു തരത്തിലുള്ള ഒന്ന് മനാസിലാണ്. അത് പല സ്ഥലത്തും വന്നിട്ടുണ്ട്. ഈ അഹിലൻ്റെ വേറൊരു രൂപമാണ് മനാസിൽ. അഹില എന്ന് പറയുന്നത് ചന്ദ്രൻ്റെ രൂപം, ചന്ദ്രനിലുണ്ടാകുന്ന മാറ്റം. മനാസിൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്ഥാനം മാറുമ്പോൾ ഈ കലയും മാറും. അത് രണ്ടും ഒരുമിച്ചുള്ളതാണ്. ഈ സ്ഥാനം മാറുമ്പോൾ കല മാറാതിരിക്കില്ല, മാറണം. അത് അതിൻ്റെതായ ആ സയൻസ് പ്രകാരം മാറിക്കൊണ്ടിരിക്കും. അത് സൂര്യൻ്റെ പ്രകാശം ഇതിൽ പതിയുന്ന ഭാഗം, ഇതിന് ആംഗിൾ നമുക്ക് മാറുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസമാണത്. അപ്പോൾ അദ്ദേഹം അത് പറഞ്ഞു, അതിനെപ്പറ്റി പറഞ്ഞു. ഫുൾ മൂൺ, ന്യൂ മൂണൊക്കെ അദ്ദേഹം പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ മാറിക്കൊണ്ട് വരുന്നതാണ് ഈ ചന്ദ്രൻ്റെ മാറുന്ന സ്വഭാവം. ഇത് ഖുർആനിൽ വളരെ വ്യക്തമായി
നമുക്ക് അള്ളാഹു അറിയിച്ചിട്ടുണ്ട്. വൽ ഖമറ ഖദ്ദർനാഹു മനാസില ഹത്ത ആദ കൽ ഉർജൂനിൽ ഖദീം. ഈ ചന്ദ്രന് ഖദ്ദർനാഹു മനാസില, മനാസിൽ നിർണയിച്ചിട്ടുണ്ട്. എങ്ങനെ? ഈ ഉർജൂനുൽ ഖദീം പോലെ അത് ആയിത്തീരുന്നത് വരെയുള്ള മനാസിലുകൾ. ഈ ഉർജൂനുൽ ഖദീം എന്ന് പറഞ്ഞത് അവസാനത്തെ ചന്ദ്രക്കലയാണ്. ഹിലാൽ എന്ന് പറയുന്നത് ആദ്യത്തെ ചന്ദ്രക്കലയാണ്. അപ്പോൾ ഈ അവസാനത്തെ ചന്ദ്രക്കല മനുഷ്യർക്ക് കാണാവുന്നതാണ്, കണ്ണുകൾക്ക് കാണാവുന്നതാണ്. ഹിലാൽ എന്ന് പറഞ്ഞത് വല്ലപ്പോഴും വളരെ വളരെ ദുർലഭം ചിലപ്പോൾ കാണുന്ന ഒരു പ്രതിഭാസമാണ്. എപ്പോഴും കാണില്ല. ഞാൻ ഇതുവരെ ഹിലാലിനെ കണ്ടിട്ടില്ല. ഹിലാൽ എന്ന് പറഞ്ഞത് 1, 2, 3 ഒന്നാമത്തേതാണ്. 2, 3 അല്ല, 2, 3 നമ്മൾ സാധാരണ കാണുന്നത്. 1 കാണുന്നത് വളരെ ദുർലഭമായിട്ടാണ്. പക്ഷേ ഇത് മനസ്സിലാക്കാൻ പറ്റും. ഇത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഇവിടുന്ന് വരണം. ഈ ചന്ദ്രൻ ചെറുതായി കൊണ്ടുവരുമ്പോൾ അത് നോക്കിക്കൊണ്ട് വന്നാൽ നമുക്ക് ഈ ഉർജൂനുൽ ഖദീം എന്ന് കാണുന്നു എന്നത് ഉറപ്പിക്കാൻ പറ്റും. യാതൊരു സംശയം ഉണ്ടാവില്ല. അത് ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഇനി ഒരു ദിവസം ഇത് ഭൂമിയിൽ കാണാത്ത ഒരു ദിവസമുണ്ട്, എവിടെയും കാണില്ല. ആ ദിവസം മാസത്തിൻ്റെ അവസാനത്തെ ദിവസമാണ്. ചിലപ്പോൾ 29 ആകും, ചിലപ്പോൾ 30 ആകും. അതിൻ്റെ പിറ്റേ ദിവസം ഉറപ്പായിട്ട് 1-ാം തീയതിയാണ്. യാതൊരു സംശയവുമില്ല. ഇത് നമ്മൾ കുറച്ച് ശീലിച്ചാൽ നമ്മുടെ ഇടയിലുള്ള ഈ ഹിലാൽ കാണുന്ന അന്ധവിശ്വാസം പോകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിലാൽ കാണാൻ പോയിട്ടില്ല. അതേപോലെ തന്നെ സഹാബത്തും പോയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ പണ്ഡിതന്മാരോ അല്ലെങ്കിൽ ഭാരവാഹികളോ ഇത് കാണാൻ പോവില്ല. ആളുകൾ കണ്ടോ എന്ന് ചോദിക്കുന്ന മാത്രമല്ല, അത് തെറ്റിയാൽ ഇത് നോക്കാറില്ല. ഇത് കാണാൻ പോകുന്ന പരിപാടി ഇപ്പോഴാണ് തുടങ്ങിയിരിക്കുന്നത്. ഈ അടുത്ത കാലഘട്ടത്തിൽ ടെലസ്കോപ്പും ബൈനോക്കുലറും ഒക്കെ കൊണ്ട് ഈ നമസ്കാര സമയത്ത് പോയി അന്തരീക്ഷം നോക്കുന്ന പരിപാടി നമ്മുടെ കാലത്തുണ്ടായതാണ്. മുൻകാലങ്ങളിൽ നോക്കുന്ന സമ്പ്രദായം എൻ്റെ ദ്വീപിൽ എൻ്റെ ചെറുപ്പത്തിൽ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ പഠിച്ചു നോക്കുമ്പോൾ മനസ്സിലാവുന്നത് ഈ മക്കയിലും കേരളത്തിലും എന്താണ് കുറേ മുമ്പേ ഇത് വരുന്നത്. മക്കയിലുണ്ട്, കേരളത്തിലുണ്ട്. മറ്റ് ലോകത്ത് എവിടെയും ഈ സംഭവം നടക്കുന്നില്ല. അള്ളാഹു ഖുർആനിൽ പറയുന്നു, എന്താണ്? യൂനുസ് സൂറത്തിൽ വരുന്നു, വല്ലദി ജഅല ശംസ ളിയാൻ വൽ ഖമറ നൂറൻ വഖദ്ദറഹു മനാസില ലിതഅലമു അദദ സിനീന വൽ ഹിസാബ് മാ ഖലഖല്ലാഹു ദാലിക ഇല്ലാ ബിൽ ഹഖ് യുഫസ്സിലുൽ ആയാതി ലിഖൗമിൻ യഅലമൂൻ. ഇത് പറഞ്ഞ് ഇത് വളരെ വ്യവസ്ഥാപിതമാണ്, യാതൊരു സംശയവും ഇതിലില്ല. അള്ളാഹു ഇതിനെ മനാസിൽ നിർണയിച്ചത് നമ്മൾ തീയതികളുടെയും മാസങ്ങളുടെയും കൊല്ലങ്ങളുടെയും കണക്കുകൾ, അതിൻ്റെ എണ്ണം അറിയുവാനും അതിൻ്റെ കണക്കുകൾ മനസ്സിലാക്കുവാനും വേണ്ടിയാണ്, പഠിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞു. അന്നത്തെ ജനതയ്ക്ക് ഇതൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നാ ഉമ്മത്തുൻ ഉമ്മിയത്തുൻ, നാം ഒരു ഉമ്മിയായ ഒരു ജനതയാണ്. ലാ നക്തുബു വലാ നഹ്സുബു, ഞങ്ങൾ എഴുതാറില്ല, കണക്ക് കൂട്ടാറില്ല. അഷ്ഹറു ഹാക്കദ വഹാക്കദ ഫസൂമു ലിറുയതിഹി വഅഫ്തിറു ലിറുയതിഹി ഫഇൻ ഗുമ്മ അലൈക്കും ഷഹറു ഫഉദ്ദു സലാസി. ഇത് പലമാതിരിയും ഈ ഹദീസ് വന്നിട്ടുള്ളതായിട്ട് നിങ്ങൾക്ക് കാണാം. ഈ ജഅലല്ലാഹുൽ അഹില്ലത മവാഖിത ലിന്നാസ് വേറൊരു ഹദീസ് വരുന്നത്. മറ്റേ ഇതിൻ്റെ യസ്അലൂനകാനിൽ അഹില്ലതി എന്ന ആയത്തിൻ്റെ വ്യാഖ്യാനത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് നമ്മുടെ മുമ്പാകെ ഉണ്ട്. അതിൽ പറയുന്നത് ജഅലല്ലാഹുൽ അഹില്ലത മവാഖിത ലിന്നാസ് ഫസൂമു ലിറുയതിഹി വഅഫ്തിറു ലിറുയതിഹി ഫഇൻ ഗുമ്മ അലൈക്കുമുശ് ശഹ്റു ഫഉദ്ദു സലാസീൻ. ഫൈൻ ഗുമ്മ അലൈക്കുമുശ് ശഹ്റു, അടിവരായിട്ട് വായിക്കണം. അവിടെ മാസം നിങ്ങൾക്ക് സംശയാവസ്ഥയിലായാൽ നിങ്ങൾ സംശയത്തിൽ കാര്യങ്ങൾ ചെയ്യരുത്, 30 പൂർത്തിയായിക്കോളി. അത് സംശയം തീർക്കാനുള്ള ഒരു ഇതാണ്. പിന്നെ വേറെ ഹദീസിൽ പല വ്യാഖ്യാനങ്ങളും മുഫസ്സിരീങ്ങൾ കൊടുത്തിട്ടുണ്ട്. ചിലർ പറയുന്നത് ഇത് കാണാതാകുമ്പോൾ കണക്കാക്കിക്കൊള്ളുക എന്ന് പറഞ്ഞത് കണക്കറിയുന്നവർ കണക്ക് കൊണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. ഇങ്ങനെയുള്ള വ്യാഖ്യാനങ്ങളും വന്നിട്ടുണ്ട്. എന്തുമാവാം. പക്ഷേ ഈ 29ഉം 30ഉം മാസങ്ങൾ അള്ളാഹു നിശ്ചയിച്ചല്ലാതെ നമുക്കത് മാറ്റുവാൻ യാതൊരു അവകാശവുമില്ല. അറിയാതെ തെറ്റിപ്പോകാം, അത് വേറെ കാര്യം. ഇപ്പം അറിയാതെ തെറ്റിപ്പോകുന്ന അവസ്ഥ ഇല്ല. കാരണം വേറൊരു സ്ഥലത്ത് കാണും. അപ്പോൾ അവരെ അറിയിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അത് അംഗീകരിക്കണം. ഇതിനെപ്പറ്റി എല്ലാ ഇമാമിങ്ങളും അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അവർ പറയുന്നത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് മാസം സ്ഥിരീകരിച്ചാൽ ആ വിവരം കിട്ടുന്നവർ ഇത് ഹിലാലിൻ്റെ ദൂരപരിധി മത്തല പരിഗണിക്കാതെ അത് അംഗീകരിച്ചു കൊള്ളണം എന്നാണ്.
അത്രയേ ഉള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല. പിന്നെ പറയുന്നത് ഷാഫിയാക്കൾ ഇതിൽ വ്യത്യാസം വിഭജിച്ചിട്ടുണ്ട് എന്നത് എഴുതിയിട്ടുണ്ട്. പക്ഷേ ഷാഫിയാക്കൾ ഏതിലാണ് വിഭജിച്ചതെന്ന് ആരും പറഞ്ഞു കാണുന്നില്ല. ഇതെന്താണെന്ന് വെച്ചാൽ ഷാഫി അഹമ്മദുള്ളാഹി അലൈഹിയുടെ ഒരു ഖൗലുണ്ട്, പടിഞ്ഞാറുകാരൻ്റെ നിയമം കിഴക്കുകാരന് ബാധകമില്ല. അവിടെയാണ് നമുക്ക് സംശയം. നമ്മളിപ്പോൾ കരുതിയിരിക്കുന്നത് പടിഞ്ഞാറുകാരെന്ന് പറഞ്ഞാൽ തമിഴ്നാട് കിഴക്ക് ഭാഗത്താണല്ലോ, അവർക്ക് ഞങ്ങൾ പടിഞ്ഞാറുകാരാണ്. അപ്പോൾ ലക്ഷദ്വീപ് കേരളത്തിലുള്ളവർക്ക് പടിഞ്ഞാറുകാരാണ്, അതേപോലെ കേരളത്തിലുള്ളവർക്ക് അറേബ്യ പടിഞ്ഞാറുകാരാണ്. അപ്പോൾ ഇവർ വിചാരിച്ചത് സൗദി അറേബ്യയിൽ മാസം പെരുന്നാൾ അത് നമുക്ക് ബാധകമല്ല, കാരണം അവർ പടിഞ്ഞാറല്ലേ ഉള്ളു. ഇത് തെറ്റിദ്ധാരണയാണ്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ പടിഞ്ഞാറുകാരും കിഴക്കുകാരും ഖിബ്ലയെ അപേക്ഷിച്ച് പറഞ്ഞതാണ്. അതായത് കിഴക്കോട്ട് മുഖം ഇടുന്നവരും പടിഞ്ഞാറോട്ട് മുഖം ഇടുന്നവരും ഇവർ രണ്ടുപേരും ഒരു സ്ഥലത്ത് വെച്ച് മുട്ടാതെ നിവൃത്തിയില്ല. അവിടെയുള്ള നിയമമാണ് അത്. അവിടെ ഈ പടിഞ്ഞാറ് ഭാഗത്തുള്ളവൻ്റെ നിയമം കിഴക്കുകാരന് ബാധകമല്ല. ഈ പടിഞ്ഞാറ് ഭാഗത്തുള്ളവർ ജുമാ നമസ്കരിക്കുമ്പോൾ കിഴക്ക് ഭാഗത്തുള്ളവർ ലുഹറ നമസ്കരിക്കുന്നു. അപ്പോൾ അവർക്ക് നോമ്പ് വരുമ്പോൾ ഇവർ നോമ്പിലുണ്ടാവില്ല, നോമ്പെടുക്കാൻ പാടില്ല, ദിവസം വരണം. അവർക്ക് നോമ്പ് എടുക്കാൻ കൽപ്പിക്കപ്പെട്ട ദിവസമാണ്. അസ്സൗമു യൗമ യസുമു നാസ്, ജനങ്ങൾ നോമ്പെടുക്കുന്ന ദിവസത്തിലാണ്, നാളിലാണ് നോമ്പ് പറഞ്ഞ ഹദീസാണ്. അതേപോലെ തന്നെ വൽ ഫിത്രു യൗമ യുഫ്തിറു നാസ്, ജനങ്ങൾ പെരുന്നാൾ ആചരിക്കുന്ന നാളിലാണ് പെരുന്നാൾ. അതേപോലെ തന്നെ വൽ അൽഹ യൗമ യുലഹന്നാസ്, ഈ ഹദീസ് പല മാതിരിയും വന്നിട്ടുണ്ട്. ഇതെല്ലാം ഒരു അർത്ഥം തന്നെയാണ്. പല മാതിരി വന്നിട്ടുണ്ടെങ്കിൽ ഒരേ അർത്ഥം തന്നെയാണ്. അറഫ ദിവസത്തെ പറ്റിയും ഹദീസുണ്ട്. ജനങ്ങൾ അറഫ ചെയ്യുന്ന ദിവസമാണ് അറഫ. അപ്പോൾ ദിവസങ്ങളെപ്പറ്റി ഇത് ശരിക്കും മനസ്സിലാക്കി തന്നിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശരിക്കും വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ദിവസങ്ങളെല്ലാവർക്കും ഒന്നാകണം എന്നതാണ് ഇവിടെ പറഞ്ഞത്. അതായത് ജനങ്ങൾ നോമ്പ് എടുക്കുന്ന നാളിലാണ് നോമ്പ്. ഇവിടെ രണ്ട് കാര്യം, ജനങ്ങളുണ്ട്, നാളുണ്ട്. ജനങ്ങൾ എന്ന് പറഞ്ഞത് പൊതുവാണ്, ലോകത്തോടാണ് ഈ പറഞ്ഞത്. ഒരു സ്ഥലത്തെ ജനതയല്ല. ഈ കേരളത്തിലെ ജനങ്ങൾ, തമിഴ്നാട്ടിലെ ജനത അല്ല. എല്ലാ ജനങ്ങളും ഒരു നാളിലാണ് നോമ്പെടുക്കേണ്ടത്. നാളെന്ന് പറയുമ്പോൾ നാളിന് പേരുണ്ടാവും. ഇപ്പോൾ ശനിയാഴ്ചയാണ് നോമ്പെങ്കിൽ ലോക ജനത മുഴുവനും ശനിയാഴ്ച നോമ്പെടുത്ത് കൊള്ളണം എന്നാണ് ഈ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. അതല്ലാതെ ഒരേ വക്തിൽ ചെയ്യാൻ ആരും പറഞ്ഞിട്ടില്ല. ജുമാ നോക്കുങ്ങൾ, ജുമാ നമ്മളെല്ലാം ഒരേ വക്തിലാണോ ചെയ്യുന്നത്? അല്ല, ഓരോരുത്തരുടെ ളുഹറിന് ചെയ്യേണ്ട ഒരു കർമ്മമാണത്. അതേപോലെ തന്നെ നോമ്പ് തുടങ്ങേണ്ടത് അതിന് സമയമുണ്ട്. വക്കുലു വഷ്റബു ഹത്താ യതബയ്യന ലക്കുമുൽ ഖൈത്തുൽ അബ്യദു മിനൽ ഖൈത്തിൽ അസ്വദി മിനൽ ഫജ്ർ. ഇത് ഓരോ നാട്ടുകാരും അവരവരുടെ ക്രമപ്രകാരം സമയപ്രകാരം ചെയ്യേണ്ടതാണ്. അപ്പോൾ ദിവസമാണ് ഇവിടെ നോക്കേണ്ടത്. സൗദി അറേബ്യയിൽ തന്നെ ഇത് ഹിലാല് കാണാൻ പോകുന്ന ഒരു ഗവൺമെൻറ്റിൽ നിയമിക്കപ്പെട്ട ഒരു സമിതിയുണ്ട്. അത് 6 അംഗ കമ്മിറ്റിയാണ്. അതിൽ പിന്നെ ആലിമീങ്ങളുണ്ട്, ശാസ്ത്രജ്ഞന്മാരുണ്ട്, ഭരണകർത്താക്കളുണ്ട്. ഈ 6 പേരാണ് ഇത് കാണാൻ പോകുന്നത്. അപ്പോൾ ഷെയ്ഖ് സൽമാൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അദ്ദേഹം അമേരിക്കയിലാണ്. അദ്ദേഹം സൗദി അറേബ്യയിൽ ഉണ്ടായിരുന്നു. എഞ്ചിനീയറാണ്, PhD എഞ്ചിനീയറിംഗ് എടുത്തിട്ടുണ്ട്. അദ്ദേഹം സൗദി അറേബ്യയിൽ ഉണ്ടായിരുന്നപ്പോൾ ഈ പ്രശ്നത്തെപ്പറ്റി അദ്ദേഹത്തിൻ്റെ നാട്ടിൽ ഈ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ പണ്ഡിതന്മാരുമായി ചർച്ച ചെയ്ത് എല്ലാ പണ്ഡിതന്മാരും അദ്ദേഹത്തോട് പറഞ്ഞിരിക്കുന്നത് ഇത് കാണാതെ എടുക്കാൻ പറ്റില്ല, കാണണം, കണ്ടാലേ മാസം തുടങ്ങുള്ളൂ. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ വളരെയധികം പിടിച്ചിട്ടുണ്ട്. ഇത് കാണാതെ എങ്ങനെ മാസം തുടങ്ങുന്നു എന്ന പ്രശ്നമാണ് അദ്ദേഹത്തിനുള്ളത്. അപ്പോൾ ഇത് തീർക്കാൻ വേണ്ടി ഈ പ്രാവശ്യം അദ്ദേഹം എന്ത് ചെയ്തു? സൗദി അറേബ്യയിലെ ഈ പ്രഖ്യാപിക്കുന്ന ഇത് കാണുന്ന ഹിലാൽ കാണുന്ന കൂട്ടരുടെ കൂടെ പോകാൻ വേണ്ടി അവിടെ നിന്ന് ഇദ്ദേഹം വന്നു. സൗദി അറേബ്യയിൽ വന്ന് ഇദ്ദേഹം ഇവരെ കൂടെ പോയി. അവസാനം ഇവർ നോക്കി ടെലസ്കോപ്പും മറ്റേതും മരിച്ചതും ആരും കണ്ടില്ല. പക്ഷേ എന്തായി? വ്യാഴാഴ്ച 1-ാം തീയതിയായിട്ട് അവർ പ്രഖ്യാപിച്ചു. ബുധനാഴ്ച കണ്ടിട്ടില്ല. അദ്ദേഹം ചോദിക്കുന്നത് നിങ്ങൾ എങ്ങനെയാണ് ഇത് കാണാതെ ഉറപ്പിച്ചത് എന്നാണ്. ഇവിടെ സംശയം, നിങ്ങൾ എങ്ങനെ ഇത് കാണാതെ ഉറപ്പിച്ചു എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. ഇതിനിപ്പോൾ ഉത്തരം പറയാൻ പറ്റുമോ? കാണാതെയാണ് ഉറപ്പിച്ചത്, ആരും കണ്ടിട്ടില്ല. പക്ഷേ അവർ കണ്ടതിന് ആരോ തെളിവ് കൊണ്ടുവരുന്നുണ്ട്. ഇത് മാസത്തിന് സാക്ഷ്യം വഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്, കണ്ടതിനല്ല. മാസം നാളെ 1 എന്നുള്ളതിന് സാക്ഷ്യം വഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതെങ്ങനെയെന്ന് പറഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോയി അവിടെ ഒരു വലിയ പണ്ഡിതനോട് ഈ വിഷയം ചർച്ച ചെയ്തു. പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെയാണ് നോക്കുന്നത്, ഇത് നോക്കാനൊരു വിധിയുണ്ട്, ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഇത് യാതൊരു പ്രയാസവുമില്ല. 29-ൻ്റെയും 30-ൻ്റെയും മാസങ്ങൾ തിരിച്ചറിയുന്നതിന് യാതൊരു പ്രയാസവുമില്ലാത്ത ഒരു കാര്യമാണ്. ഏതൊരു പിന്നെ വിദ്യാഭ്യാസം ഇല്ലാത്ത സാധാരണക്കാരന് പോലും മാസങ്ങൾ തിരിച്ചറിയാൻ പറ്റും കണ്ണുണ്ടെങ്കിൽ. അപ്പോൾ ഇതെന്താ മനസ്സിലാകാത്തത്? നമുക്കറിയില്ലാത്ത മറന്നുപോയി. അത് റസൂലിനും സഹാബത്തിനും ഒക്കെ അറിയാമായിരുന്നു. അങ്ങനെയായിരുന്നു അവർ നോക്കിയിരുന്നത്. അവർ കൃത്യമായി എങ്ങനെ ഇത് കണക്കാക്കി. ഇപ്പോൾ നമ്മൾ ചോദിക്കുന്നത് എങ്ങനെയാണ് ഈ കണക്കും കാര്യവും ഇപ്പോഴല്ലേ വന്നത്, അവരെങ്ങനെ ശരിയായി കണക്കാക്കിയെന്ന്
നമുക്കും കൃത്യമായിട്ട് തന്നെ ഈ കണക്ക് ഒന്നും ഇല്ലാതെ വെറും കണ്ണുകൊണ്ട് നോക്കിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? മാസം കണക്കാക്കാൻ പറ്റും. അതിന് കുറച്ചൊരു പ്രാക്ടീസ് മാത്രമേ വേണ്ടൂ. ഒരു 2-3 മാസത്തിൻ്റെ പ്രാക്ടീസ് കൊണ്ട് മാസം തിരിച്ചറിയാൻ ഏതൊരു മനുഷ്യനും സാധിക്കും, ഒരു പ്രയാസവുമില്ല. അത് മനസ്സിലാക്കാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ നമ്മളും ഈ മൃഗങ്ങളും തമ്മിൽ വ്യത്യാസമില്ല. മൃഗങ്ങളും ചന്ദ്രനെ കാണുന്നു, നമ്മളും കാണുന്നു. അവയ്ക്ക് അതിന് മനസ്സിലാവില്ല ഇത് 1ാമത്തെ ചന്ദ്രനാണോ 3ാമത്തെ ചന്ദ്രനാണോ 15ാം രാവ് നിലാവ് എന്താണെന്ന് അതിന് മനസ്സിലാവില്ല. പക്ഷെ നമുക്ക് മനസ്സിലാവില്ലേ? ഇപ്പം ഞാൻ വളരെ ലളിതമായ ഒരു രീതി പറഞ്ഞുതരാം. വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ സൂര്യനും ചന്ദ്രനും ഒരു ദിവസം സൂര്യൻ അസ്തമിക്കുന്നതായിട്ടും ചന്ദ്രൻ ഉദിച്ചു വരുന്നതായിട്ടും കാണുന്നു. രണ്ടും ഒരുപോലെയാണ്, രണ്ടും വൃത്താകൃതിയിലാണ്, ഒരേപോലെ. വെളിച്ചവും ഏതാണ്ട് ഒരുപോലെ ആയിരിക്കും. സൂര്യൻ ചന്ദ്രൻ, മങ്ങിയ സൂര്യൻ, ഇവിടെ മങ്ങിയ ചന്ദ്രൻ, രണ്ടും ഒരുപോലെ കാണും. ചിലപ്പോൾ സംശയമായി പോകും, ഇത് സൂര്യൻ തന്നെ മറ്റു ഭാഗത്ത് എനിക്കായിട്ടുണ്ട്, ഇത് സൂര്യൻ തന്നെ ഉദിക്കുകയാണോ എന്ന് തോന്നിപ്പോവും. അങ്ങനെയുള്ള ഒരവസ്ഥ ഉണ്ട്. ഇതാണ് പൗർണമി എന്ന് പറയുന്ന ദിവസം. ഇത് മാസത്തിൻ്റെ നടുവിലേ വരുള്ളൂ. 12-ന് വരില്ല, ഇത് 13-ന് വരില്ല ഇത്. പക്ഷേ ചില ശാസ്ത്രജ്ഞന്മാർ തന്നെ ഇസ്ലാമിക കലണ്ടർ ഇങ്ങനെയാണ് പറഞ്ഞുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി എല്ലാ പുസ്തകങ്ങളിലും ഇതിനെപ്പറ്റി എഴുതിയിട്ടുണ്ട്. 13ാം രാവിലാണ് പൗർണമി ഉണ്ടാകുക ഇസ്ലാമിക കലണ്ടറിൽ. പിന്നെ ഹിലാൽ കണ്ടാലാണ് മാസം തുടങ്ങുന്നത്. ഇതൊക്കെ എങ്ങനെയോ പുസ്തകങ്ങളിൽ കടന്നുകൂടിയിട്ടുണ്ട്, ശാസ്ത്രീയ പുസ്തകങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് തെറ്റാണ്, ഇത് ശരിയല്ല. അപ്പോൾ ഇത് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൂര്യൻ ഉദിക്കുന്ന സമയത്ത് ചന്ദ്രൻ പടിഞ്ഞാറ് ചക്രവാളത്തിൽ നിൽക്കുന്നതായിട്ട് കാണും. ഇത് 16-ൻ്റെ അടയാളമാണ്. ഇത് 16ആണ്. 15-ന് ഒരിക്കലും ഇത് സംഭവിക്കില്ല. അത് നമുക്ക് മനസ്സിലാവും. ഇങ്ങനെ പിന്നെ എന്താവുന്നു? ചെറുതായിക്കൊണ്ടുവരുന്നു. ആദ്യത്തെ ഈ ഹിലാൽ ദൃശ്യമാവുന്നത് 1ാമത്തെ ദിവസമാണ്. 1ാമത്തെ ദിവസം വൈകുന്നേരം കാണുന്നതാണ് മനുഷ്യർക്ക് കാണുന്ന 1ാമത്തെ ഹിലാൽ. മറ്റേത് എപ്പോഴും ദുർലഭം. ചിലപ്പോൾ ചില ഇടങ്ങളിൽ ഇദ്ദേഹം പറഞ്ഞ മാതിരി ഇതൊന്നും ഇല്ലാതെ വളരെ ക്ലിയറായിട്ട് വന്നെങ്കിൽ കണ്ടെന്ന് വരാം. അത് ദുർലഭം ചിലപ്പോൾ കാണുന്നത്. അതല്ല ഹിലാൽ. ഹിലാൽ എന്ന് പറഞ്ഞത് ആദ്യത്തെ ഹിലാൽ അത് തന്നെയാണ്.